അങ്ങനെയൊക്കെയുള്ള ഒരു മെഡിസിൻ നമുക്ക് എല്ലാവർക്കും കൂടെ കൂട്ടി ഉണ്ടാക്കാം. ഇപ്പം എല്ലാവർക്കും ഒന്ന് ടേസ്റ്റ് അറിയാം എന്തൊക്കെ ചേർത്തിട്ടാണ്. ആയുർവേദത്തിൽ പല മെഡിസിനും ചേരുന്നതാണ്. എന്നാലും നമുക്ക് എല്ലാവർക്കും കൂടെ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ചുമയും പനിയും തലവേദനയും ഗ്യാസ്ട്രിക് പ്രോബ്ലംസും എല്ലാം പോകാനായിട്ട് ഒറ്റ ചൂർണ്ണം ഉണ്ടാക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ നോക്കൂ, ഇതിനകത്ത് എന്തൊക്കെയാണ് മെഡിസിൻസ് എന്ന് കണ്ടോ. കുരുമുളക് എല്ലാവർക്കും അറിയാം അല്ലേ? കുരുമുളകിന് എന്തെന്ന് അറിയപ്പെടുന്നേ? കറുത്ത പുല്ല് അല്ലേ? ആണോ? ആ, കുരുമുളക്. അടുത്തത് തിപ്പല്ലി. തിപ്പല്ലി കാണാത്തവരാരെങ്കിലും ഉണ്ടോ? ഇനി ഇതെന്താ സാധനം? അയമോദകം. ഇത് ചുക്കുപൊടി, ചക്കര. ഏതാ മോനെ? പിന്നെ ഓരോന്ന് പൊടിച്ചെടുക്കാവേ. ഒരു മിനിറ്റ് നോക്കട്ടെ, എന്തെങ്കിലും ചേരാനുണ്ടോ? ഇച്ചിരി മതി. വെള്ളം ശരിക്കും ചൂടുവെള്ളമാണ് കുടിക്കേണ്ടത് ആവശ്യമുണ്ടെങ്കിൽ. എല്ലാ മെഡിസിൻ്റെയും ടേസ്റ്റ് അറിയാൻ പറ്റുന്നുണ്ട് അല്ലേ? ഇത് അധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി വയ്ക്കാൻ പാടില്ല, കൂട്ടുപോകും. അപ്പോൾ വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ചൂടാക്കിയിട്ട് നമുക്ക് പൊടിക്കാം. ഒന്ന് വറുത്ത് കഴിഞ്ഞാൽ പൊടിക്കാൻ പറ്റും. പക്ഷെ അതിന് അത്രത്തോളം എന്ത് ചെയ്യില്ല, ഇതിൻ്റെ അത്രയും ടേസ്റ്റ് കിട്ടത്തില്ല. എല്ലാത്തിൻ്റെയും എരിവുണ്ടോ? എരിയുന്നോ? നല്ലൊരു തൊണ്ടയിലേക്ക് ഇറങ്ങിപ്പോ നല്ലൊരു സുഖം. അപ്പൊ എന്ത് ചെയ്തു, അവിടെ ഒരു ബോട്ടിലാക്കി വെച്ചിട്ട് ഇതിനൊക്കെ നമ്മളിപ്പോ ചുമയുടെയും ഗ്യാസ്ട്രിക് പ്രോബ്ലംസിന്റെയും മാത്രമേ പറയുള്ളൂ അല്ലേ? ബാക്കി പലതിനും ഇത് ഉപയോഗിക്കാം. എന്തിനൊക്കെ ആയിരിക്കാം? തൊണ്ടവേദന, പിന്നെ ജലദോഷം, വിശപ്പില്ലായ്മ, പിന്നെ അരുചി അല്ലേ? ചിലർക്ക് വായിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് പറയാറുണ്ട്. അരുചിക്ക് ഉപയോഗിക്കാം, ദഹനക്കുറവിന് ഉപയോഗിക്കാം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഇത് നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ എല്ലാരും വീട്ടിൽ ചെന്നിട്ടുണ്ടാക്കുവോ? ഉണ്ടാക്കാൻ വേണ്ടിയില്ല. ഹോസ്റ്റലിൽ നിൽക്കുന്നവരല്ല. ഇൻ കേസ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ആവശ്യം വന്നാൽ ഇത് മറന്നു പോകരുത്, എഴുതി വെച്ചിട്ടുണ്ടാക്കാം. ഇത് നമ്മളിപ്പം ഇന്ത്യയിലെ സാധനങ്ങളാണ്. ഇപ്പൊ എല്ലാ ഐറ്റംസും എടുക്കുവാണെങ്കിൽ 50 ഗ്രാം വീതം എടുത്തിട്ട് പനച്ചക്കറി 500 ഗ്രാം എടുക്കാം, കൂടുതൽ എടുക്കാം. ബാക്കി എല്ലാ സാധനവും കറക്റ്റ് അളവിൽ എടുക്കാം. എത്രയാണോ ആവശ്യമുള്ളത് അതിന്റെ അളവ് എടുക്കുന്നത്. പനശർക്കര മാത്രം എന്ത് ചെയ്യുക, കുറച്ച് ക്വാണ്ടിറ്റിയിൽ എടുക്കുക. അപ്പോ ഇതെന്ത് ചെയ്യും, ഇതിപ്പോ ഞാൻ നിങ്ങളെ കാണിക്കാതെ ഇത് പൊടിച്ചുകൊണ്ട് വരുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നത്, കുറേ മെഡിസിൻസിന്റെ പേര് പറയും അല്ലേ? അതിന്റെ എന്തൊക്കെ ടേസ്റ്റുകളുണ്ടെങ്കിൽ നമ്മൾ പറയാം അതിനൊക്കെ ടേസ്റ്റ് ഉണ്ടെന്ന് പറയും. നിങ്ങൾ കണ്ടത് കൊണ്ട് ഇത്രയും സാധനങ്ങളാണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം അല്ലേ? അപ്പൊ നിങ്ങൾക്ക് വേറെ ആർക്ക് വേണമെങ്കിലും ഇത് പൊടിച്ചിട്ട് കൊടുക്കാൻ പറ്റും. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ പറയുന്നത്. മെഡിസിന്റെ കാര്യങ്ങൾ ഒറ്റമൂലി എന്ന് പറഞ്ഞാൽ എന്താ? ഒറ്റമൂലികളുടെ പേരുകൾ ആരും പറയാറില്ല. ആ മെഡിസിൻ കൊടുക്കാറാണ് പതിവ്. അപ്പൊ നിങ്ങൾക്ക് പൊടിച്ചിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ? അപ്പൊ ഇനി എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കിയിട്ടല്ല, അത് കൊടുത്തിട്ട് അതിന്റെ റിസൾട്ട് എന്താണെന്നുള്ളത് പറയാം. നമ്മുടെ ഗ്രൂപ്പിൽ ഇടുക. അപ്പൊ എല്ലാവർക്കും അറിയാലോ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി, ഇത് നല്ലതാണോ അല്ലേ? അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.